ഒരു ഉറപ്പ് മാത്രം മുട്ടടവാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. എന്ത് വന്നാലും എങ്ങനെയായാലും ഏത് സാഹചര്യത്തിലായാലും അവരോടൊപ്പം എന്തും ഉണ്ടാകും. അവർക്ക് ഒരു വിളിപ്പുറം അകലെ ഞാനുണ്ടാകും. െല്ലാം കെട്ടടക്കിക്കൊണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വൈഷ്ണവ് നമ്മളോടൊപ്പം ഉണ്ട്. വൈഷ്ണവ്, ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം, കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെട്ടു, എങ്കിൽ പോലും നമ്മൾ ജയിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു സമയം? അല്ല, ജയിച്ചു എന്ന് തോന്നുന്ന സന്ദർഭമൊന്നും അല്ല. നമ്മൾ മത്സരിക്കാനുള്ള ഒഫീഷ്യലി ഒരു സ്ഥാനാർത്ഥി ആകാനുള്ള ഒരു പ്രോസസ്സാണ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു അഭിമാനമുള്ള ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെതായ സന്തോഷം ഞങ്ങൾ എന്റെ മാത്രമല്ല എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റും. ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും UDF-ൽ സജീവമായി നിൽക്കുന്ന ഓരോ ആളുകളുടെയും മുഖത്തുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ജയപരാജയം എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് മത്സരിക്കാൻ പോലുമുള്ള ഒരു അവസരം തരാതിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നല്ലോ. പക്ഷെ ഞാൻ അതിനെയാണ് ജയിച്ചു എന്നുള്ള തരത്തിൽ പറഞ്ഞത്. എന്തായാലും ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ 24 വയസ്സിട്ടുള്ള വൈഷ്ണവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജനങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? വാഗ്ദാനങ്ങൾ എന്നതിനേക്കാൾ ഉപരി വൈഷ്ണവിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അല്ല, ജനങ്ങളോട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഓരോ ആളുകൾക്കും ഓരോ ആവശ്യങ്ങളാണ് ഉള്ളത്. അപ്പം ഒരാൾക്കുള്ള ആവശ്യമായിരിക്കില്ല മറ്റൊരാൾക്കും ഉള്ളത്. അപ്പൊ അത് അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരവരുടെ കൂടെ നിന്ന് നമുക്ക് അവരവരുടെ പരാതികൾ കേട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു ഉറപ്പ് മാത്രം മുട്ടടവാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. എന്ത് വന്നാലും എങ്ങനെയായാലും ഏത് സാഹചര്യത്തിലായാലും അവരോടൊപ്പം എന്തും ഉണ്ടാകും. അവർക്ക് ഒരു വിളിപ്പുറം അകലെ ഞാനുണ്ടാകും. പക്ഷേ ഇപ്പോൾ പരാതിയൊന്നുമില്ല. പക്ഷെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടായ ഉത്തരവിൽ തന്നെ കോർപ്പറേഷനുള്ള ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കേണ്ട ആവശ്യകതയില്ല. അല്ല, നടപടി എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് കോടതി ഉത്തരവാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി തീരുമാനിച്ചു അവരതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യും. അത് ഞാനല്ല പറയേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ LDF സ്ഥാനാർത്ഥി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഓരോ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ അതിലൊരു അഭിപ്രായം പറയാനായിട്ടുള്ള ആളല്ല. അതിന്റെ ആവശ്യമില്ല. അല്ല, ഈ പറഞ്ഞ പോലെ അത് പറയേണ്ടത് ഞാനല്ല. അത് പറയേണ്ട അവസരവും ഇതല്ല. അതിന് പാർട്ടിയുണ്ട്. പാർട്ടിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവരതിനെ കുറിച്ച് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങളിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? അല്ല, ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനല്ലല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് കേൾക്കാനും ഒക്കെയാണ് അവരടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അത് പാർട്ടി സംസാരിക്കും. പാർട്ടിയിൽ അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. അവര് അതിനെക്കുറിച്ച് പറയും. ഞാനല്ല അത് പറയുന്നത്. അല്ല, പ്രചാരണത്തെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സമയം നഷ്ടമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്നലെ 10 ദിവസങ്ങൾ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ആകുമ്പോൾ ഈ 10 ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു സമയം തന്നെയാണ്. അത് കുറച്ച് നഷ്ടമായിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ അത് മേക്കപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. കുഴപ്പമില്ല. ഈ പരാതിക്കാരന്റെ വീട്ടിലെ വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാതെ? അല്ല, അതിന് പരാതി നമ്മൾ ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ട്. 2 പേര് പരാതി കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് JS അഖിലും കൊടുത്തിട്ടുണ്ട്. ശ്രീ മുട്ടട അച്യുതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അതിൻ്റെതായിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളുമായി അവർ മുന്നിലേക്ക് പോകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 27 നമ്പർ വാർഡിൽ 27 നമ്പർ വാർഡിൽ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രയാസതയോ മമതയോ വാത്സല്യമോ ഉപേക്ഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധത്തിലും വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ
अजित कुमार फोन नंबर फ्रंट पेज ഒരു ലോക്കൽ ബോഡി ആകുമ്പോൾ നമുക്ക് അവിടെ ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളെയും നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം എന്താണോ, അവരുടെ പരാതികൾ എന്താണോ, അവരുടെ പരിഭവങ്ങൾ എന്താണോ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അതിനെല്ലാം നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം, നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം, ഒരു കോർപ്പറേഷൻ കൗൺസിലറിന് പറ്റുന്നിടത്തോളം ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യും. ഈ പറഞ്ഞ പോലെ മറ്റൊന്ന് കൂടുതലായി ഒന്നും തന്നെ പറയാനൊരു സാഹചര്യം നിലവിലില്ല. എന്തായാലും ഏതൊരു അവസ്ഥയിലായാലും ഏതൊരു സാഹചര്യത്തിലായാലും ഇനി എന്ത് വന്നാലും അവർക്ക് ഒരു വിളിപ്പുറം അകലെ ഞാൻ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ നിലവിൽ പറയൂ.